ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അമേരിക്കൻ യെല്ലോ വാർബ്ലർ പക്ഷിയെ പറ്റിയാണ്. അമേരിക്കൻ യെല്ലോ വാർബ്ലർ പുതിയ വേൾഡ് വാർബ്ലർ സ്പീഷീസ് ആണ്. ഏതാണ്ട് വടക്കേ അമേരിക്കയിലും തെക്കൻ അമേരിക്കയിലും ഇതിൻ്റെ സങ്കര ഇനത്തിൽ പെട്ട സ്പീഷീസ് കാണപ്പെടുന്നു. അമേരിക്കൻ യെല്ലോ വാർബ്ലർ ചിലപ്പോൾ സമ്മർ യെല്ലോ വാർബ്ലർ എന്നും അറിയപ്പെടുന്നു. വടക്കേ അമേരിക്കയിലെ വാർബ്ലർ ജനസംഖ്യ നിയമപരമായി മൈഗ്രേറ്ററി ബേർഡ് ട്രീറ്റി ആക്ട് അനുസരിച്ച് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പെറ്റീറ്റിയ സ്പീഷീസിൽപ്പെട്ട ഇവയുടെ ജനസ്നാമം സെറ്റോഫാഗ എന്നാണ്. പുരാതന ഗ്രീക്കിൽ സെസ് എന്നാൽ മോത് എന്നും ഫാഗോസ് എന്നാൽ തിന്നുക എന്നുമാണ് അർത്ഥമാക്കുന്നത്. തൊലിപ്പുറത്ത് ചെറിയ ചുവന്ന പൊട്ടുകൾ കാണപ്പെടുന്ന ഇറ്റാലിയൻ പെറ്റക്കയിൽ നിന്നാണ് സ്പെസിഫിക് പെറ്റക്കിയ വന്നത്. ഈ പക്ഷികളിൽ എല്ലാ സ്പീഷീസിനും ആൺപക്ഷികൾ ഒഴികെ പ്രജനന തൂവൽ, ശരീരഭാരം എന്നിവ ഒരുപോലെയാണ്. ശീതകാലത്ത് പെൺപക്ഷികളുടെയും വളർച്ച മുറ്റാത്ത പക്ഷികളുടെയും ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് ഒരുപോലെ പച്ചയും മഞ്ഞ നിറവും കാണപ്പെടുന്നു. താഴെ ഇരുണ്ട മഞ്ഞ നിറവും കാണപ്പെടുന്നു. യൗവന ദശയിലെ ആൺപക്ഷികൾക്ക് നെഞ്ചിൻ്റെ ഭാഗത്തും തലയിലും കളർ വ്യത്യാസം ഉണ്ടാകുന്നു. പെൺപക്ഷികളുടെ തലയിൽ ഇരുണ്ട നിറവും കാണുന്നു. കണ്ണുകളും നേർത്ത ചെറിയ ചുണ്ടുകളും ഇരുണ്ടതും പാദങ്ങൾക്ക് ഒലിവ് ബഫ് നിറവും കാണപ്പെടുന്നു. അമേരിക്കൻ മഞ്ഞ വാർബ്ലർ 10 മുതൽ 18 സെൻറ്റിമീറ്റർ വരെ നീളവും 16 മുതൽ 22 സെൻറ്റിമീറ്റർ വരെ ചിറക് വിസ്താരവും 7.25 ഗ്രാം ഭാരവും കാണുന്നു. കുടിയേറ്റ സ്പീഷീസുകളിൽ ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആഗോളതലത്തിൽ 16 ഗ്രാം തൂക്കവും ശരാശരി 9 തൊട്ട് 10 ഗ്രാം ഭാരവും ഈ പക്ഷികൾക്ക് ഉണ്ടായിരിക്കും. ഇവയുടെ ചുണ്ടുകൾ 0.8 സെൻറ്റിമീറ്റർ മുതൽ 1.3 സെൻറ്റിമീറ്റർ നീളവും ടാർസസ് 1.7 മുതൽ 2.2 സെൻറ്റിമീറ്ററും കാണപ്പെടുന്നു. ഈ സ്പീഷീസിലെ പക്വതയെത്തിയ ആൺപക്ഷികളായ യെല്ലോ വാർബ്ലർ ഇവിടെയും കാണപ്പെടുന്നു. ഈ പക്ഷിയുടെ ശരീരത്തിൻ്റെ താഴെ ഭാഗം ബ്രില്യൻ യെല്ലോയും മുകളിൽ ഗ്രീനിഷ് ഗോൾഡൻ കളറും കാണപ്പെടുന്നു. ഈ ഗ്രൂപ്പിലെ ഉപജാതികളിൽ ഭൂരിഭാഗവും തിളക്കത്തിൽ വ്യത്യസ്തമായിരിക്കും. വടക്കേ അമേരിക്കയിലെ തുറന്ന കാടുകൾ, ചതുപ്പ് നിലങ്ങൾ, നദീതീരങ്ങൾ, ഉദ്യാനങ്ങൾ, കൃഷിയിടങ്ങൾ എന്നിവയ്ക്ക് അടുത്തായിരിക്കും യെല്ലോ വാർബ്ലർ പക്ഷികളുടെ ആവാസ കേന്ദ്രങ്ങൾ. ഇവയുടെ ആഹാരം കീടങ്ങൾ, പുഴുക്കൾ, പാറ്റകൾ, ചിലപ്പോൾ ചെറിയ പഴങ്ങൾ, ബെറികൾ എന്നിവയൊക്കെയാണ്. വടക്കേ അമേരിക്കയിലെ വേനൽ സീസണിൽ ഇവ പ്രജനനം നടത്തുന്നു. ശീതകാലത്ത് മധ്യ അമേരിക്കയിലേക്കും ദക്ഷിണ അമേരിക്കയിലേക്കും സഞ്ചരിക്കുന്നു. കുഞ്ഞിലകൾ ചേർത്ത് കപ്പ് ആകൃതിയിലുള്ള കൂടാണ് ഈ പക്ഷികൾ നിർമ്മിക്കുന്നത്. പെൺപക്ഷി ഒരിക്കൽ 3-5 മുട്ട ഇടുന്നു. അടയിരിപ്പ് കാലം 11-14 ദിവസമാണ്. 9ാമത്തെ ദിവസമോ 12ാമത്തെ ദിവസമോ കുഞ്ഞുങ്ങൾ കൂടുവിടുന്നു. മധുരമുള്ള ചിരിപ്പാട്ട് പോലെയുള്ള ശബ്ദമാണ് ഈ പക്ഷികളുടേത്. വളരെ സജീവവും ചലനമാർന്ന ചിറകടിക്കുന്ന സ്വഭാവമുള്ളവരാണ് ഈ പക്ഷികൾ. ശത്രുക്കളിൽ നിന്നും കൂടുതൽ ശക്തമായി സംരക്ഷിക്കുന്നവരാണ് ഈ കൂട്ടർ. ആൺപക്ഷിയും പെൺപക്ഷിയും ഒന്നിച്ചാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. ഈ യെല്ലോ വാർബ്ലർ പക്ഷികളുടെ ആയുസ്സ് സാധാരണ ജീവിതത്തിൽ 5-7 വർഷം വരെയും സുരക്ഷിതമായ സാഹചര്യത്തിൽ അതിൽ അധികവും ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.